എപ്പോഴാണ് നിങ്ങളുടെ വണ്ടികളിൽ പെർഫോമൻസ് കുറയാനുള്ള സാധ്യതയുള്ളത്? എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവാൻ സാധിക്കുന്നത്? അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 25,000 കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്ക് ചിലപ്പോൾ പ്രോപ്പർ സർവീസ് അല്ലാത്തതിനാൽ എൻജിൻ വൈബ്രേഷൻസ് ഉണ്ടാവാം, കറുത്ത പുക അല്ലെങ്കിൽ വെളുത്ത പുക ഉണ്ടാവാം, ചിലപ്പോൾ പുള്ളിങ് കുറയാം. അപ്പൊ ഈ പെർഫോമൻസിന്റെ ഒക്കെ കുറവ് കാരണം മൈലേജ് മുൻപ് ലഭിച്ചതിനേക്കാൾ കുറവും കാണിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു റീസൺ? ഈ ഡീകാർബണൈസിങ് ചെയ്യുന്നതുകൊണ്ട് മാത്രം വണ്ടിക്ക് നല്ല പെർഫോമൻസ് കിട്ടണമെന്നില്ല. ത്രോട്ടിൽ ബോഡി, പ്ലഗ്, ഇത്തരം കാര്യങ്ങൾ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഇതിനെ ബാധിക്കില്ല. എഞ്ചിൻ ഓയിലിൽ കാർബൺ കടന്നു കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസിൽ വ്യത്യാസം കാണിക്കും, അതിന്റെ വിസ്കോസിറ്റിയിലും വ്യത്യാസം കാണിക്കാം. അതും എഞ്ചിന്റെ പെർഫോമൻസ് കുറയാനായിട്ടുള്ള ഒരു കാരണമാണ്. ഇല്ല, ഡീസൽ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഇന്റർകൂളർ, ടർബോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓയിൽ അടിക്കുക, അങ്ങനത്തെ ഉള്ള കേസുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നാലും തന്നെ ഇതിന് കംപ്ലൈന്റ് മാറുള്ളൂ. ഡീകാർബണൈസിങ് മാത്രം ചെയ്തുകൊണ്ട് പെർഫോമൻസ് കിട്ടണം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എയർ ഫിൽറ്റർ, വണ്ടിയുടെ മെയിൻ ഒരു ഘടകമാണ് എയർ. അപ്പോൾ നമ്മൾ ഇൻടേക്ക് എയർ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ, എയർ റേഷ്യോ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി വണ്ടിക്ക് അതിനനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ ഉണ്ടാവും. സൈസ്, ടയർ പ്രഷർ, ടയർ വയർ അലൈൻമെന്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പെർഫോമൻസ് കിട്ടില്ല. നമുക്ക് പെട്രോൾ വണ്ടികളിൽ ഈ ഡീകാർബണൈസിങ് മാത്രം ചെയ്തുകൊണ്ട് ഒരു ക്വാളിറ്റി പെർഫോമൻസ് കിട്ടണമെന്നില്ല. ത്രോട്ടിൽ ബോഡി, സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് അത് ഗുഡ് കണ്ടീഷൻ ആണോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം ഇതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിലും ഒരു മിസ്ഫയറിങ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കുന്നതാണ്. ഈ മിസ്ഫയറിങ് ഉണ്ടാകുന്നത് മെയിനായിട്ട് പ്ലഗിൻ്റെ കാലാവധി കഴിയുക, അതുപോലെ പ്ലഗിന് ഒരു പ്രോപ്പർ ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൻ്റെ തേയ്മാനങ്ങൾ വരിക അല്ലെങ്കിൽ ഗ്യാപ്പ് കൂടുക, അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മിസ്ഫയറിങ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇതിനെല്ലാം പുറമെ ടർബോ അല്ലെങ്കിൽ EGR ഭാഗങ്ങളും പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് അല്ലെങ്കിൽ പെർഫോമൻസിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും വേറെയും കുറെ കാരണങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ആദ്യം നിങ്ങളുടെ വണ്ടി നിങ്ങൾ ഡീകാർബണൈസ് ചെയ്ത് ഫ്യൂവൽ ലൈൻ ആൻഡ് ഇൻജക്ടേഴ്സ് എല്ലാം ക്ലീൻ ചെയ്ത് എൻജിൻ ഓയിൽ ആൻഡ് ഓയിൽ ഫിൽറ്റർ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എൻജിന്റെ പ്രോപ്പർ വർക്കിങ്ങിന് ഹെഡ് ആൻഡ് പിസ്റ്റൺ ഭാഗങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ട് എൻജിൻ ഓയിലിനെ പെർഫെക്റ്റ് ആക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8590602551.